ഓൾറൈറ്റ്. സോ എന്താണ് ബിഗ് ഓ നൊട്ടേഷൻ? ഇതെന്താണ് ബിഗ് ഓ നൊട്ടേഷൻ? സോ ഒരു കോഡ് എത്ര എഫിഷ്യന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുക. അല്ല, ഇതും കുറെ കാര്യങ്ങളുണ്ട്, ബട്ട് മെയിൻലി അതിന്റെ ടൈം കോംപ്ലക്സിറ്റി, പിന്നെ അതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി. ഓക്കെ, ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. ഇതില് ടൈം കോംപ്ലക്സിറ്റി പറയുന്നത് ഇത് എത്ര ടൈം എടുക്കും ഫോർ എ കോഡ് ടു ഫുള്ളി റൺ. ഓൾ റൈറ്റ്. സോ ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുക വെച്ചാൽ ഓ ഓഫ് ഐ ഗസ് 1 ഉണ്ട്, 1, പിന്നെ ഓ ഓഫ് ഓക്കെ ക്യാപിറ്റൽ ഓ ആണ്, ഓഫ് ലോഗ് എൻ, അതേപോലെ അതേപോലെ എൻ ഉണ്ട്, പിന്നെ എൻ സ്ക്വയർ ഉണ്ട്. ഓക്കെ, അതിന്റെ മുന്നേ ഐ ഗസ് ഓ ഓഫ് എൻ ലോഗ് എൻ ഉണ്ട്, പിന്നെ എൻ സ്ക്വയർ, പിന്നെ 2n. ഓക്കെ, സോ ഇതിപ്പോ ഇതാണ് ബെസ്റ്റ് ആൻഡ് ഇതാണ് വേസ്റ്റ്. സോ ബെസ്റ്റ് എന്ന് ഇങ്ങനെ വരുന്നു, വേസ്റ്റ് ആവും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഓക്കെ, സോ ഞാൻ പറഞ്ഞു ടൈം കോംപ്ലക്സിറ്റി പറയുന്നത് എത്ര ടൈം എടുക്കും ഫോർ ദ കോഡ് ടു റൺ. ഈ ഓ ഓഫ് എൻ ഇതില് സോറി ഓ ഓഫ് 1. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അറേ ഉണ്ട് വെക്ക് 1, 2, 3. ഓക്കെ, ആൻഡ് നമ്മൾ പ്രിന്റ് ചെയ്യാണ് അറേന്റെ ലൈക്ക് 0th എലമെന്റ്. ഓൾറൈറ്റ്, സോ 1 പ്രിന്റ് ചെയ്യും, 0th ഇൻഡെക്സ് കേട്ടോ, 0th ഇൻഡെക്സ് പ്രിന്റ് ചെയ്യാണ്. ഇതില് നമ്മൾ ഒരു ടൈം കൊടുക്കണില്ല, ഡയറക്ട്ലി നമ്മൾ ഈ അറേയിലത്തെ 0th എലമെന്റ് ആക്സസ് ചെയ്യണം, ഐ മീൻ പ്രിന്റ് ചെയ്യണം ആണല്ലോ. സോ ഇത് കൊടുക്കുമ്പോൾ ഈസിലി ഓക്കെ ഇതൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് 1 പ്രിന്റ് ആവും. ഇതിൽ ഒരു ടൈം കൊടുക്കണില്ല, അത് കാരണം ടൈം കോംപ്ലക്സിറ്റി ഇത് കോൺസ്റ്റന്റ് ആണെന്ന് പറയും. കോൺസ്റ്റന്റ് ടൈം കോംപ്ലക്സിറ്റി ഇതിൽ കോൺസ്റ്റന്റ് ആണ്, ഡയറക്ട്ലി ആക്സസ് ചെയ്യണം. സോ നോ ടൈം എടുക്കണില്ല. ഓക്കെ, ഇതൊരു സംഭവം. പിന്നുള്ളത് ഇസ് ബേസിക്കലി ലോഗ് എൻ. ലോഗ് എൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഇപ്പൊ കോഡ് ടൈപ്പ് ചെയ്ത് വരാൻ സമയം എടുക്കും, ബട്ട് ഓർത്ത് വെച്ചാൽ മതി, ജസ്റ്റ് ബൈനറി സെർച്ച് ഒക്കെ ഉണ്ട്. ബൈനറി സെർച്ച് അതൊക്കെ ഒരു സെർച്ചിങ് മെത്തഡാണ്, ഒരു അറേന്ന് എന്തെങ്കിലും ഒരു എലിമെന്റ് സ്പെസിഫിക്കലി എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ലോഗ് എൻ ടൈമേ എടുക്കുള്ളൂ, നല്ല കുറവ് ടൈമേ എടുക്കുള്ളൂ ബൈനറി സെർച്ച് ഒക്കെ യൂസ് ചെയ്താൽ. ലോഗ് എൻ ടൈം കോംപ്ലക്സിറ്റി. എൻ പറയണത് ഒരു സാധാ ഒരു എൻ ടൈംസ് ലൂപ്പ് റൺ ചെയ്താൽ. ഫോർ എക്സാമ്പിൾ എന്താ ഒരു 4i in range 0 to 3. Alright, print I. ഇതിപ്പോ 0, 1, 2 പ്രിന്റ് ആവും, 0 ഇൻക്ലൂഡിങ് ആൻഡ് 3 എക്സ്ക്ലൂഡിങ്. 4 റേഞ്ചില് ഓക്കെ 0, 1, 2 പ്രിന്റ് ആയി. സോ ഇതിലെങ്ങനെ ഞാൻ ഇപ്പോ പറഞ്ഞു ബിഗ് ഓഫ് എൻ ആണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി, ബിക്കോസ് ഇത് ഒറ്റ തവണ ലൂപ്പ് റൺ ചെയ്യുള്ളൂ. സോ എൻ ടൈംസ് ആണ് റൺ ചെയ്യുക. ഇതില് n is equal to 3 ആണ്. n is equal to 3 മനസ്സിലായില്ലേ? ലൂപ്പ് 3 ടൈംസ് റൺ ചെയ്യും. സോ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ ആണ്. ഓക്കെ, ഇതൊരു കേസ്. ആൻഡ് എൻ ലോഗ് എൻ ഐ ഗസ് ലൂപ്പ് വിചാരിക്കും ഇതിൽ ഇപ്പൊ ഒരു ലൂപ്പ് ഉണ്ട്, ഒരു ലൂപ്പ് റൺ ചെയ്യുന്നുണ്ട് 3 ടൈംസ്. സോ എൻ ഉണ്ട്. ആൻഡ് ലോഗ് എൻ പറയുമ്പോൾ ഇതിന്റെ അടിയിൽ വല്ല ബൈനറി സെർച്ച് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബൈനറി സെർച്ച് ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ ടൈംസ് ലൂപ്പ് റൺ ചെയ്യും. ആൻഡ് ഉള്ളില് ഓരോ തവണ ലോഗ് എൻ ടൈംസ് ബൈനറി സെർച്ച് നമ്മൾ സെർച്ച് ചെയ്യണം. ഈ ബൈനറി സെർച്ച് എന്താ വെച്ചാൽ അതിനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഓർത്ത് വെച്ചാൽ ഈ ബൈനറി സെർച്ച് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ലോഗ് എൻ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. ആൻഡ് ഇതൊരു കേസ് ലൂപ്പ് വിത്ത് ബൈനറി സെർച്ച്. എൻ സ്ക്വയർ വെരി സിമ്പിൾ.
ഓക്കെ, സോ എൻ സ്ക്വയർ വെരി സിമ്പിൾ. ഇപ്പോൾ ഒരു ഔട്ടർ ലൂപ്പ് ആൻഡ് ഇന്നർ ലൂപ്പ്. ഓക്കെ, അതിന്റെ അർത്ഥം ഫോർ ഐ ഇൻ റേഞ്ച് 0 to 3 and for j in range 0, 3. All right. Print j. ഇതിൽ എന്താ നടക്കണം? ഓരോ ith iteration jth iteration റൺ ചെയ്യും. റൺസ്. ഓക്കെ, മനസ്സിലായോ? ഓരോ ith iteration ഇതിപ്പോ പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഐ ആദ്യം 0 ആയി, 0 ഇൻക്ലൂഡിങ് 3 എക്സ്ക്ലൂഡിങ്. സോ 0 ഫസ്റ്റ് ഐ 0 ആയി. ഐ 0 ആയപ്പോ ലൂപ്പിന്റെ ഉള്ളിൽ കയറി. ലൂപ്പിന്റെ ഉള്ളിൽ കയറിയ ശേഷം ഇത് റണ്ണാവും, ഈ ഒരു കോഡ് റണ്ണാവും. ഈ കോഡില് ജെ നമ്മൾ 0 to 1 വരെ പ്രിന്റ് ചെയ്യും. ജെ നമ്മൾ 0 to 1 വരെ നമ്മൾ പ്രിന്റ് ചെയ്യും. അപ്പോ ഐ 0 ആവുമ്പോ 0 to 2 വരെ പ്രിന്റ് ചെയ്യും ജെ. സോ ഐ 0 ആവുമ്പോൾ 0 to 2 വരെ പ്രിന്റ് ചെയ്യണതാണ് ഇത്. ഐ 0 ആയി ആൻഡ് 0 to 2 പ്രിന്റ് ചെയ്തു. ഐ 1 ആയി 0 to 2 പ്രിന്റ് ചെയ്തു. ഐ 2 ആയി 0 to 2 പ്രിന്റ് ചെയ്തു. ഈ 0 to 2 ജെ ആണ്. ആൻഡ് 3 തവണ 0 to 2 പ്രിന്റ് ആവാൻ കാരണം ഐന്റെ കാരണമാണ്. അപ്പോ ഇതൊന്നും മനസ്സിലാക്കണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി പറയണത് എന്താണ്? ബിഗ് O ഓഫ് എൻ സ്ക്വയർ ആണ്. ബിഗ് O ഓഫ് എൻ സ്ക്വയർ എന്താ വെച്ചാൽ ഇതില് n ടൈംസ് റൺ ചെയ്യുന്നു ആൻഡ് അതിന്റെ ഓരോ nth ഓപ്പറേഷനിലും ഇതും n ടൈംസ് റൺ ചെയ്യും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ഔട്ടർ ലൂപ്പും അതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ ലൂപ്പും ഉണ്ടെങ്കിൽ n സ്ക്വയർ ആണ്. ഇനിയിപ്പോ അങ്ങനെയല്ല വെക്കുക. ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ ലൂപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ, ഇത് വേറെ എടുക്കാം. അപ്പോ n ക്യൂബ് ആവും. എന്താ വെച്ചാൽ ആൻഡ് ഇന്നർ ലൂപ്പ്. ഇപ്പോ n ക്യൂബ് ആണ് ഈ സിറ്റുവേഷൻ. വെൻ ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ ലൂപ്പ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ വേറൊരു ഇന്നർ ലൂപ്പ് ഉണ്ടെങ്കിൽ n ക്യൂബ് ആവും. ഓക്കെ, അപ്പൊ അതങ്ങനെ. ആൻഡ് 2 raised to n, ഇതാണ് ഏറ്റവും വേർസ്റ്റ് സിനേറിയോ. ഇങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. ബിക്കോസ് ഇത് കുറെ ടൈം എടുക്കും ഫോർ ദ കോഡ് ടു ഫിനിഷ്. അപ്പോ ഇതിന്റെ എക്സാമ്പിൾ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയൊന്നും വരുന്നില്ല, ബട്ട് അത് മനസ്സിലാവും. കോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് വളരെ മോശമാണ്. ഓക്കെ, ഓക്കെ. സോ ടൈം കോംപ്ലക്സിറ്റി പറയുമ്പോൾ ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ് ആണെങ്കിൽ ഇതിന്റെ അർത്ഥം ഇത് ബൈ ദ വേ ഈ ടൈം ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സിന്റെ അർത്ഥം വേഴ്സ്റ്റ് കേസ് സിനേറിയോയില് എപ്പോഴും ഇത് ഓർത്ത് വെച്ചാൽ വേഴ്സ്റ്റ് കേസ് സിനേറിയോയില് ഇത് ഇത്രയൊക്കെ ടൈമാണ് എടുക്കുക. ബെസ്റ്റ് കേസസും ഉണ്ടാവും. ഏതെങ്കിലും സ്പെസിഫിക് കൈൻഡ് ഓഫ് ഇൻപുട്സ് കൊടുത്താൽ കോഡ് ഈസിയായി റൺ ചെയ്യും. ബട്ട് വേഴ്സ്റ്റ് ഇൻപുട്സ് കൊടുക്കുകയാണെങ്കിൽ ദെൻ ഇതാണ് വേഴ്സ്റ്റ് കേസ് സിനേറിയോ വേർ ഇത്ര ടൈം എടുക്കുന്നത്. സോ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ സിമ്പിൾ ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി എത്ര സ്പേസ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ എടുക്കണമെന്ന്. സോ ഫോർ എക്സാമ്പിൾ ബിഗ് O ഓഫ് 1, ഇത് കോൺസ്റ്റന്റ് സ്പേസ് എടുക്കുക. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ ഒരു അറേ ഉണ്ട് വെക്ക്. One to 5 and print arrays 0th index. Okay, arrayയിലത്തെ 0th ഇൻഡെക്സിന്റെ എലമെന്റ് പ്രിന്റ് ചെയ്യുക. 1 പ്രിന്റ് ചെയ്യും. സോ ഇതില് ടൈം കോംപ്ലക്സിറ്റി കോൺസ്റ്റന്റ് ആണ്. ബിക്കോസ് നമ്മൾ ഇവിടെ എവിടെ ഒരു ലൂപ്പ് ഒന്നും റൺ ചെയ്യില്ല, n ടൈംസ് ഒരു ലൂപ്പ് ഒന്നും റൺ ചെയ്യണില്ല. ഡയറക്ട്ലി നമ്മൾ ഈ ലിസ്റ്റിലത്തെ അറേയിലത്തെ
എലമെന്റ് ആക്സസ് ചെയ്യാണ്. സോ ടൈം കോംപ്ലക്സിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇപ്പോ ഇതിലിപ്പോ വേഴ്സ്റ്റ് കേസും ബെസ്റ്റ് കേസും ഇല്ല. ഇനിയിപ്പോ നീ ഇത് 0 മാറ്റിയിട്ട് 3 ഇടുകയാണെങ്കിൽ ദെൻ അത്ര തന്നെ ടൈം എടുക്കുള്ളൂ. ഇപ്പൊ 1 ആക്സസ് ചെയ്തതിന്റെ അത്ര ടൈം എടുക്കുള്ളൂ തേർഡ് എലമെന്റ് ആക്സസ് ചെയ്യാൻ, മീൻ തേർഡ് ഇൻഡെക്സ് ആക്സസ് ചെയ്യാൻ, വിച്ച് ഇസ് 4. ഓക്കെ, സോ സെയിം ടൈമാണ് എടുക്കുക. അത് കാരണമാണ് ടൈം കോംപ്ലക്സിറ്റി കോൺസ്റ്റന്റ് ആണ് പറയാൻ കാരണം. പക്ഷെ ഇതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ്? ഇവിടെ നമ്മൾ വേറൊരു അറേ ഒന്നും ഉണ്ടാക്കണില്ല. നമ്മൾ വേറെ കമ്പ്യൂട്ടറിന്റെ നിന്ന് സ്പേസ് ഒന്നും ചോദിക്കണില്ല. സോ സ്പേസ് കോംപ്ലക്സിറ്റിയും കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു അറേന്റെ സ്പേസ് തന്നെ ഉള്ളൂ അതിന്. ബട്ട് ഇപ്പൊ വേറൊരു എക്സാമ്പിൾ, ഈ ബിഗ് ഓഫ് എൻ, ഇത് ഇപ്പൊ ഒരു ലിസ്റ്റിന് നമ്മൾ കോപ്പി ചെയ്യാണ് വെക്കുക. ഇതൊക്കെ ഓരോരോ എക്സാമ്പിൾ ആണ്. വേറെ എക്സാമ്പിൾസും ഉണ്ടാവും ബിഗ് ഓഫ് എൻ സ്പേസ് കോംപ്ലക്സിറ്റി വരാൻ. ബട്ട് ഇപ്പൊ ഒരു ഈ അറേ തന്നെ ഉണ്ട്, ഈ അറേ ഉണ്ട്. ആൻഡ് ഇതിനെ വേറെ നമ്മൾക്കൊരു അറേ ഉണ്ടാക്കാം, അറേ 2. ഓക്കെ, അറേ 2 വിച്ച് ഇസ് ഈക്വൽ ടു അറേ ഡോട്ട്, ഐ ഗസ് കോപ്പി ഉണ്ടോ? കോപ്പി ഉണ്ട്. ഓക്കെ, അറേ 2 പറയണത് ഈ അറേന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ആൻഡ് പ്രിന്റ് അറേ 2. ഓക്കെ, സോ അറേന്റെ കോപ്പി പ്രിന്റ് ആയി. ഇതില് സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ്? സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ ആണ്. ബിക്കോസ് നമ്മള് ലൈക്ക് കമ്പ്യൂട്ടറിന്റെ ഇത് എടുക്കാനുള്ള അതേ സ്പേസ് പിന്നെയും ചോദിച്ചു ഫോർ ദ അറേ 2. ഇപ്പൊ ഇതിപ്പോ എൻ ആണെങ്കിൽ ഇതിന്റെ സ്പേസ് n is equal to 5. ഓക്കെ, സോ 5 ആണെങ്കിൽ അതേ സ്പേസ് നമ്മൾ അറേ 2 എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സോ സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ ആവും. ഇതേപോലെ എൻ സ്ക്വയർ ഉണ്ട്. ഐ ഗസ് എൻ സ്ക്വയർ എന്റെ ഓർമ്മയില് എൻ സ്ക്വയർ 2D അറേ ഉണ്ടാവുമ്പോഴാണ്, 2D മാട്രിക്സ്, ആക്ച്വലി 2D മാട്രിക്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ലോഗൻ ഉണ്ട്, ഓരോരോ ഉണ്ട്. അപ്പോ ഇതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. സോ സമ്മറി പറയാൻ, ഒരു ആൽഗോറിതത്തിന്റെ ഐ ഗസ് എന്താ പറയാ, എഫിഷ്യൻസി അറിയണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി അത്രേ ഉള്ളൂ. എത്ര വേഗം റൺ ആവുന്നും എത്ര സ്പേസ് എടുക്കുന്നു.